എന്തായാലും അവിടെ ഇറങ്ങി എന്നിട്ട് കഴപ്പ് കയറും. വേറെ മൂന്നാല് കഴിച്ചു ഞങ്ങൾ വീട്ടിലെ മോർണിംഗ് ആയിട്ട് എണീറ്റിട്ടുണ്ട്. എല്ലാവരും എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ഡേ ആണ് കേട്ടോ ഹിമാചലിൽ. ഇന്ന് ഞങ്ങൾ നേരെ റിസോർട്ടിലായിട്ട് നടക്കാൻ വേണ്ടി ഉള്ള പ്ലാനില്ല. ഉള്ളിൽ നടന്ന് ഒരു 7 കിലോമീറ്റർ കുറച്ച് മണിക്കൂറുകൾ എടുക്കുമെന്നാണ് പറയണത്. അപ്പൊ നേരെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഫ്രണ്ടിലെ വ്യൂ ഇന്നും ഓക്കെ സെറ്റ്. എല്ലായിടത്തും ഹാപ്പിയാണ് കേട്ടോ. മൊത്തത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അങ്ങനെ താഴ്ത്താടിറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ്. താഴ്ത്താടിറങ്ങാൻ കുറച്ച് അധികം ഉണ്ട്. നല്ലൊരു നടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ റിസോർട്ടായിട്ട് പോകാന്നുള്ള പ്ലാനിലാണ് നിൽക്കണം. റിസോർട്ടായിട്ട് പോകണതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുള്ളതാണ് പറയാം. ഫുഡ് കഴിക്കാൻ കയറിയില്ല കേട്ടോ. ഒരു കടയിൽ വന്ന് കയറിയിട്ടുണ്ട്. മറ്റേ വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. വെജ് ഫ്രൈഡ് റൈസ് വന്നത് എല്ലാവരും അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടിരിക്കണം കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പ്രത്യേക സാധനമാണ്. നമ്മുടെ പോലത്തൊരു മസാല അല്ലേ ഇവിടത്തെ. കുഴപ്പമില്ല. വേറെ ഡിഷ് എങ്ങനെ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല. നിനക്ക് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെടാ? കുഴപ്പമില്ല. അച്ഛനൊക്കെ എല്ലാവരും കുഴപ്പമില്ല. വേറൊരു ടേസ്റ്റ് എന്തായാലും കഴിച്ചിട്ട് വരാൻ കഴിച്ചു നോക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടോ. കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്, കാര്യങ്ങളും ഇല്ലാണ്ട്. പിന്നെ ഞങ്ങൾക്ക് റസോർട്ടിലായിട്ട് നടക്കാൻ പോകണം. ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ 2 ലിറ്ററിൻ്റെ വെച്ച് 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് പോണ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടം വരെ നടന്നെത്തി. ഇവിടെ ഉള്ളിലാട്ട് കയറിയിട്ടാണ് നമ്മൾ ഇന്നലെ കുക്കിംഗ് ഒക്കെ ചെയ്തേട്ടാ. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ടോട് പോകാനുള്ളത്. ഇനി അപ്പൊ നേരെ റസോള് നമ്മൾ വിട്ടിറങ്ങുന്നതാണ്. നേരെ ഇനി റസോളിലാട്ട് പോകാനുള്ള യാത്രയാണ് ഗൈസ്. നേരെ റസോളിലാട്ട് ഇങ്ങനെ നമുക്ക് 5 hours നടക്കാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ പറ്റും എന്നൊക്കെയാണ്. മറ്റ് 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ കേട്ടോ. വേറൊരു പുള്ളി പറഞ്ഞ് സമയം എടുക്കും 5 മണിക്കൂറെന്ന് പറഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ ഈ ബാഗൊക്കെ തൂക്കി ഒരു ജിമണ്ടം മലയിൽ കയറാൻ പോകണമെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആണെന്ന് പറയണം. എന്തായാലും നടന്നു പോയി. ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും കുറച്ച് തണുപ്പൊക്കെ കൂടിയിട്ടാണ്. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേണ്ടാ നല്ല കിട്ടില്ല വ്യൂ അല്ലേ. ഞങ്ങളൊക്കെ ഒന്ന് പണിയെടുപ്പിക്കണം കേട്ടാ. എന്താ കഴുതകൾ ഒന്നും കാണാനില്ലെന്ന് പറയാനേ പറ്റൂല കേട്ടാ. ഒരുപാട് മരങ്ങളും കുറേ ചെടികള്, ഭയങ്കര പച്ചപ്പ്, മലകള്, ഇതുപോലത്തുള്ള കുറച്ച് കാഴ്ചകള് കാണുമ്പോൾ തന്നെ നിന്ന് പോകും. കാരണം എനിക്കിതൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ തന്നെ നിന്നാന്ന് തോന്നുന്നുണ്ട്. കാരണം മൂടുക്കത്തെ തണുപ്പ്, നല്ല മൂട്, ഏത് ലോകമല്ല ഇത്. ഓ ഇതിൻ്റെയൊക്കെ മനോഹരം എന്ന് പറഞ്ഞാൽ അതൊരു കിടിലം തന്നെ ഗൈസ്. ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ മല അതാണെന്ന് എനിക്ക് തോന്നണം, അറിയില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും അപ്പോൾ അതിക്ക് ഒന്ന് നടന്നു തുടങ്ങട്ടെ ഗൈസ്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് മൂവായിട്ട് നമുക്ക് നോക്കാം. കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണിക്കാനായി ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ കാണും ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരുന്ന കൊള്ളായിരുന്നു. മനസ്സുള്ള എല്ലാവരും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ നടക്കട്ടെ ഗൈസ്. പൊളി സാധനം. ചെന്ന വ്യൂ ഗൈസ്. നോക്കിക്കേ, ഇതൊക്കെ കാണാണ്ടൊക്കെ പോരുത് ഗൈസ്. ഇതൊക്കെ എല്ലാവരും ഒന്ന് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണോട്ടാ. ഇടയ്ക്ക് വരുമ്പോ എന്റെ എനർജി തന്നെ കൂടിയാണ് ഗൈസ്. വല്ലാത്ത എനർജി ആയി കിടക്കണ്. ഓ ഇതൊക്കെ എന്താ സ്ഥലം. ഓരോരോ വീടും എല്ലാം ഇരിക്കണല്ലേ, ഭംഗിയല്ലേ, മൂടല്ലേ. ക്യാമറയെ കാണുന്ന പോലെ അല്ലേ ഗൈസ്. നേരിട്ട് കാണുമ്പോ ഒരു വേറെ മൂട്. ക്യാമറയിൽ കാണാനും മനോഹരം തന്നെ കേട്ടാ. പേപ്പർ ചോദിച്ചേട്ടാ, ന്യൂസ് പേപ്പർ ചോദിച്ചപ്പോ ഒരു ചേച്ചി, ഒരു അമ്മൂമ്മ ഹോസ്പിറ്റൽ പേപ്പർ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ടീം മൊത്തം ആ ലെവലാണ്. എല്ലാരും ആ ഒരു മൂഡിൽ എൻജോയ് ചെയ്യണം ഇവിടെ. എന്റെ ബാഗ പിടിച്ചിട്ട് ഓർത്ത് കഷ്ടപ്പെടാ. നമ്മൾ മല കയറുന്നില്ല, അവിടെ സ്റ്റേ അടിക്കണം. ഇന്ന് ഇന്നത്തെ സ്റ്റേ നമ്മൾ അവിടെ ആയതുകൊണ്ട് ബാഗ് കൊണ്ടേ പോകാനുള്ള പ്രശ്നമല്ല നമുക്ക്. നടക്കുക, നടപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഇടയിൽ കൂടി നടക്കണേട്ടാ. ഈ യോഗ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാണ്ടിരിക്കാൻ തോന്നല.
കാഴ്ചകളെ കളവ് ഞാൻ എങ്ങനെ നിങ്ങളെ കാണിച്ചു തരാണ്ടിരിക്കുക. കണ്ടില്ലേ പിന്നെ പോവണ്ട ചത്തു ഇതൊക്കെ കാണാണ്ട് പോയിട്ട് എന്തിനാന്ന് ചോദിക്കുന്നതിന് വളരെ അർത്ഥമുണ്ട് ഗൈസ്. വളരെ 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 കിടിലൻ അർത്ഥങ്ങളുള്ള കാഴ്ച പറഞ്ഞേക്കണ. ഒരുപാട് ബ്ലോഗേഴ്സ് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇതൊന്നും കാണാണ്ട് പോയിട്ട് എന്തിനാ. ഇതൊക്കെ തന്നെ കണ്ടിട്ടൊന്ന് പോവാ. ഫോണിന് മുമ്പ് എല്ലാവരും ഇവിടേക്കൊന്ന് വരിക, കണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം മറ്റത് ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ അത്രക്കും മൂടായിരിക്കും. ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഒറ്റക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതി. വരാൻ പറ്റുന്നവരെല്ലാവരും വരും കേട്ടോ. മാക്സിമമായിട്ട് വരെ ഒരു ദിവസം ലോക്കലോൽ തരി കേട്ടാ. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പരിപാടിയും ഡീലിങ് കിടന്നാണ്ടിരിക്കുന്നവര് അവിടെപ്പോൾ മൂവായി തുടങ്ങി. ഒരു ജംഗ്ഷനെത്തും. ജംഗ്ഷനെത്തുമ്പോൾ അവിടെ നിന്ന് റൈലായിട്ട് കെട്ടി നമ്മളെ ബസ്സോളായിട്ട് പോകണം. ആദ്യത്തെ വഴി തന്നെ പറഞ്ഞാൽ ആ പാലത്തിൽ കൂടെയൊക്കെ കയറി പോകണേട്ടാ. പാലമൊക്കെ ഉണ്ടാ നല്ല വെള്ളം, പക്ഷേ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. എന്നാലും ഞാനും വേറെ പാലത്തിൽ കൂടി എന്താ കുറേ ടീ ഷോപ്പ് കോഫിയും കാര്യങ്ങളൊക്കെ ഇട്ട സ്ഥലം ഇവിടെ ഉണ്ട്. കടകളൊക്കെ ഇതുപോലെ ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ വ്യൂ വേണ്ട, അവിടെ നോക്കിയാൽ പോലെ. പക്ഷെ മല നോക്കുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ റെസോർട്ടിലുള്ള പേരെടുക്കണം കേട്ടാ. കാസർഗോഡ് നിന്ന് റെസോർട്ടിലായിട്ട് റൈറ്റ് ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹോം സ്റ്റേ ഉള്ള സ്ഥലങ്ങളാണ്. ഒന്നും അങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ട്. കണ്ടാ നല്ല സ്ഥലം എടുത്ത് വീടാക്കാനാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് വഴി ചോദിച്ചാൽ റെസോർട്ടായിട്ട് ഓട്ടാന്ന് പറഞ്ഞ ഞങ്ങളൊന്ന് വിഷമിച്ച് ഗായ്സ്. ഏകദേശം ഞാൻ 11 മണിയായപ്പോൾ ഇറങ്ങി. ഏകദേശം 12 കാലമായിട്ടുണ്ട്. നടന്ന് വിഷമിച്ചൊരു സ്ഥലത്ത് കുറച്ച് നേരം സ്റ്റേ അടിച്ചാൽ എന്നാലും ആ സ്പോട്ട് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. പാലത്തിനടന്ന് പോയി നോക്കാം. ഇതൊക്കെ കണ്ട വെള്ളമൊഴുക്ക്, അരുവികൾ. അങ്ങനെ ചേട്ടാ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കാട്ടെ നമുക്ക്. നല്ല ഇതുണ്ട്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് വെള്ളം കാണാൻ. ഇങ്ങനെ ഇറങ്ങാനൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. എളുപ്പമുണ്ട്, നല്ല എളുപ്പമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓ വാ, നല്ല എളുപ്പമുണ്ടാ. അത്യാവശ്യം നല്ല കൂട്, നല്ല എളുപ്പ്. നമ്മൾ ഒഴുകി വരുന്ന രീതികൾ നോക്കി. നമ്മുടെ കേരളത്തിലോട്ടാ പക്ഷേ ഇതേപോലത്തെ ഭംഗി. എന്നാലും കേരളത്തിൽ നമുക്ക് സൂക്ഷിക്കറിയാൻ പോലെ ഇത് സൂക്ഷിക്കുന്ന വാട്ടറിന്റെ വെള്ളത്തിന്റെ ഭംഗിയൊക്കെ കളർ കണ്ട ഇതുണ്ടാ നോക്കിയാൽ തന്നെ കാണാണ്ടി. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്കൊക്കെ ഇതേപോലെ വൃത്തിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കറിയാമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ കുറച്ച് നദികളൊക്കെ ഉണ്ടായാലേ കാശ്. പറയാറുണ്ട് കാശ് ഭംഗി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞതിൽ പല അർത്ഥമുണ്ട്. ഞങ്ങള് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് അടുത്ത റോഡിൽ പോകുന്നതായിരിക്കും. ആരംഭിക്കാൻ പോലാണ്. നമ്മളിവിടെ തുടങ്ങിയപ്പോ തൊട്ട് കൂട്ടറുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും റെഡിയാണ്, ഇട്ടാവണ്. നല്ലോണം വിശ്രമിച്ച് അവിടെ പോയി മുഖം കഴുകി ഫ്രഷായി നേരെ ഇനി വീണ്ടും പോവുകയാണ് ഗായ്സ്. ചേട്ടാ യാത്രയാടാ കടന്ന് കയറി തുടങ്ങിയട്ടാ. ഞാൻ കുറച്ച് ബാക്കിലായി. വിജീഷൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. കണ്ടാ നല്ലോണം വിഷമിക്കുന്നുണ്ട്. എന്നാലും പിന്നെ അറിയണല്ലോ കേട്ടാ. പക്ഷെ ഒരു കയറി നടക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലേ, അത് തണുപ്പും വെയിലും ഉള്ളതുകൊണ്ട് അതിനത്ര കുഴപ്പമൊന്നുമില്ല. അതിനും ഞങ്ങളിങ്ങനെ ഓരോ വ്യൂവും കണ്ട് നടന്നു പോണേ വളരെ മനോഹരമാണെന്ന് പറയണ. ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞ സൂപ്പറാണെന്ന് പറഞ്ഞതാ. എന്തായാലും കണ്ട് ആസ്വദിക്കണം. രാഗത്തൂക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം.
പിള്ളേരൊക്കെ ബാക്കിലൊക്കെ തൂക്കിയിട്ട് ഹാപ്പി മൂഡിൽ പോണ്. ഇനി നമുക്ക് കയറേണ്ടത് ഈ ഒരു മലയാണ്. ഞാൻ പറഞ്ഞത് വലിയ ലോങ് ഡ്രൈവിങ് ട്രക്കിംഗ് ആണെന്നാ പറഞ്ഞ. അത്യാവശ്യം നല്ല രീതിക്ക് ട്രക്കിംഗ് ആണിത്. 2 മണിക്കൂറത്തെ ഒരു കൂടി ട്രക്കിംഗ് ഉണ്ടെന്നാ പുള്ളി പറഞ്ഞത്. നമ്മളെ വളർന്നെത്തുമ്പോഴേക്കും കുറച്ചും കൂടി വലിയ അവരെടുക്കുമായിരിക്കാം. അങ്ങനെ നമുക്ക് അവിടെ കയറി എത്തിയിട്ടുണ്ട്. അടുത്ത കഴുതേനെ കൊണ്ട് സാധനങ്ങളൊക്കെ എത്തി വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇത്ര നടക്കാണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞടിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഓണായി തുടങ്ങി. നടന്ന് ഓരോ മൂവ്മെന്റും ഓരോ സ്ഥലങ്ങൾ ആസ്വദിക്കുന്ന രസമുള്ളായ പോയോണ്ട് നമ്മൾ രസമുള്ളായിട്ട് പോയാണ് നീങ്ങിക്കൊണ്ടിരിക്കണേ. ശരിയുണ്ടോ എന്താ അറിയില്ല. നല്ല ഭംഗിയുണ്ട്. അതായത് കുറേ നേരമായിട്ട് വാച്ചിനെ അവിടെ നോക്കിയ സാധനങ്ങളെ ഭയങ്കര ഭംഗി. അവിടേക്ക് ഇവിടെ നമ്മുടെ അവിടെയൊന്നും കണ്ടുവരാത്തൊരു പൂവാണ്. മലയിൽ മാത്രം കണ്ടവരും പോകാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഒരുപാട് വീണ് കിടപ്പുണ്ട്. ഇവിടെയൊന്നും നല്ലോണം നിൽക്കില്ലേ. വീണ് ഒരുപാട് കായപ്പോയി. ഞാൻ അതിൻ്റെ നമ്പറിനെതിരി ഉണ്ട്. കണ്ടോ ഒരു കഴുതകളൊക്കെ എത്ര പെട്ടെന്ന് നടന്നെത്താം. അവിടെ വെച്ചുണ്ടപ്പോൾ കണ്ട സാധനം വീണ്ടും ഏറ്റവും ഇറക്കിയായിട്ട് ഞങ്ങൾ പോകുന്നു. എന്നൊക്കെ തിരിച്ചും ഇറങ്ങേണ്ടവരും പോകുന്നു. ഒരു പുള്ളിക്കാരൻ വന്നുണ്ട് കേട്ടാ. അമ്മ ഏതുമല്ല കയറണത് അവിടെയാണ് കയറണമെന്ന് തോന്നുന്നു. ചോദിക്കൊണ്ട് ആ കാണ ആ മലയിലാണ് കയറണെന്ന് കഴിച്ചു. കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. നടക്കുമ്പോ കുറച്ച് കിടപ്പുണ്ട്. അതെല്ലാവർക്കും അറിയാതെ കേൾക്കുമ്പോ സുഖമായിരിക്കാം. ചെയ്യുമ്പോ കിടപ്പുണ്ട് കഴിച്ചു പറയുക. കൊള്ളാം. നല്ല എക്സ്പീരിയൻസ് ചെയ്താൽ ഹാപ്പിയാണ് കഴിച്ചു. എവിടെ പോയാലും ഹാപ്പി ആയിരിക്കണം. എവിടെ പോയാലും നെവർ മൈൻഡ്, ഹാപ്പി മൂഡ്, എല്ലാം പൊളി. സേവ് ഹിമാചൽ പറഞ്ഞോണ്ടാ. ഓരോരാൾക്കാർ പ്ലാസ്റ്റിക് കുപ്പിയെ കൊണ്ടുവന്നിരുന്നു പോലെ ഇതൊക്കെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയണായിരിക്കും കൂട്ടാ. കുറേ നാശമാക്കുന്നുണ്ട്. ആരും ഇങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കാം. മലയാളികൾ മാക്സിമം പ്രത്യേകിച്ച് എല്ലായിടത്തും കുപ്പിയാ ഇവിടെ കളയുന്നേ. ഇങ്ങനെ കൊണ്ടുവന്നിരുന്നതിനാണ്. ഇവിടെ കൊണ്ടുവന്നിരുന്നത് വഴിയിടരുത്. നാശം പറ്റുമെങ്കിൽ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടുക. അതായിരിക്കും നല്ല കാര്യം. ഒട്ടും പറ്റാത്തതുകൊണ്ടായിരിക്കും ഇടുന്നത്. പക്ഷേ അതിങ്ങനെ ഒരുപാട് ഇടുമ്പോൾ ഇവിടെ ഒരു നാശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ വീണ്ടും കരുതകൾ തന്നെ കേട്ടാ. മൂട് തന്നെയല്ലേ, ഒരു ശല്യമില്ല. കുതിരയാണോ ഇത്? നമുക്കറിയില്ല കേട്ടാ. കുതിരയാണെന്ന് തോന്നുന്നു. ശല്യമൊന്നും ചെയ്യണല്ല. അയ്യോ ശല്യം ചെയ്യണ ഞാൻ വെറുതെ പറഞ്ഞ സീനാക്കിട്ടാ. മധുരി നിങ്ങൾ സീനാക്കുമെന്ന് അറിയില്ല. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിപ്പി. അയ്യോ സീനാക്കോളാ. ഈ പൂവിന്റെ പേര് ആർക്കും അറിയാന്നുണ്ടെങ്കിൽ മനസ്സ് കമന്റ് ചെയ്യണോട്ടാ. നല്ല പൂവല്ലേ. ഇവിടെ അങ്ങാട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. ഇത് ഇവിടെ മാത്രം കണ്ടുവരുന്ന സാധനങ്ങളാണെന്ന് എല്ലാവരും വിശ്രമിച്ചോണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവന്മാരും ഒരു വില വേണ്ടിയിരിക്കുന്നതായിരുന്നു. ഇവന്മാരും കൂടി വിശ്രമത്തിൽ ഞങ്ങൾ വയസ്സായിട്ട് മൂവാകും. ഇവിടെ നിന്ന് ഞാൻ കസോള് കാണാട്ടെ കൈസ്. കാണുന്ന കസോളാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അത് കസോളല്ലേ? ഇവന്മാർ നമ്മളിപ്പോൾ പറഞ്ഞ കസോളാണെന്നാണ്. മൂട് പിന്നെ നല്ല 3 മലയുടെ നടുക്ക്. പിന്നെ ഇവിടെ വേറെ മല. എല്ലായിടത്തും മലയോടെ മല. വീണ്ടും കയറി. അയ്യോ വിഷമിച്ചേ ഏകദേശം വിഷമിച്ചെന്ന് പറഞ്ഞത്. ഇനിയും കുറച്ച് പാടുണ്ട്. ഞാനും അത്യാവശ്യം വിഷമിച്ച് നല്ല രീതിക്ക്. ഇത് ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ തുടങ്ങി നടപ്പല്ലേ. 4 മണിക്കൂറോളം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. റെസ്റ്റ് അല്ല നടന്നിട്ടുണ്ട്. റെസ്റ്റും കൂടി എടുത്തിട്ടാണ് നടന്നേക്കണേ കേട്ടാ. പിന്നെ ഏകദേശം എത്താനായത് എനിക്ക് തോന്നണ. എക്സ്പീരിയൻസ് ഇതൊരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം. അയ്യോ എന്താണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി കൊമ്പൊക്കെ എടുക്കുമെന്ന് തോന്നണേ. അവിടെയൊക്കെ കെട്ടിവെച്ചിട്ട് തോന്നണം. വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ.
Oh, where are you from? Germany. ഗായ്സ് അങ്ങനെ ഞാൻ ഏകദേശം റെസ്റ്റോറൻറ്റിലെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റാണ്. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. അതിന് വെള്ളം എടുക്കാനാണ് ഞങ്ങളുടെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞത്. എന്താ ഈ ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട്. ഈ വഴി അറിയാൻ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എടുത്തു ഞാൻ പറഞ്ഞില്ലേ വരും. എന്താ വിഷമം ചെയ്തേ? നല്ലൊരു ടോപ്പിലെത്തി. ഏറ്റവും നല്ല രീതിക്ക് ടോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പം ഒരു ടോപ്പിലെത്തി. ഏറ്റവും നല്ല രീതിക്ക് ടോപ്പിലാണ് നിൽക്കുന്നത്. ആകെ ഇവിടെ ഒരു കട ഉണ്ട്. കുറേ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു കട കിട്ടിയത് ഞങ്ങൾക്ക്. ഇവിടെ ഈ ഒരു വിഷ്വലൊക്കെ ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് നോക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. പൂക്കളായി അല്ലാത്തൊരു എന്ത് പോവാന്നറിയില്ല കേട്ടാ. ഇന്നത് അവിടെ ഉണ്ട് ഒരു കളർ നിൽക്കണുണ്ടോ പൂ. മൊത്തത്തിൽ അതിമനോഹരം തന്നെ ഭംഗി. നമുക്ക് ആ ഒരു വില്ലേജിലാണെന്ന് തോന്നുന്നു പോകേണ്ടത്. റെസോൾ അങ്ങോട്ടാണെന്ന് തോന്നുന്നു പഞ്ഞത്. അതാണെന്ന് തോന്നുന്നു വില്ലേജ്. കൊടുക്കത്തെ മഴയാണ് കാര്യം. അത്യാവശ്യം മഴയത്താണ് ഞാനിപ്പോൾ നിൽക്കുകയും ചെയ്യുന്നത്. മഴയൊക്കെ കൊണ്ട് വല്ലാണ്ടായി. ഈ മഴയും കൊണ്ട് ഇപ്പം തന്നെ ഏകദേശം 5 മണിക്ക് അടുത്താവാനായി. ഞങ്ങൾ ഇനി രാത്രി ആവുന്നോന്ന് കയറി അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് നൈറ്റ് ആവും. അതിന് മുമ്പ് ഞങ്ങൾക്ക് എങ്ങനെയും മഴ കിട്ടണതിന് മുമ്പ് ഞങ്ങൾക്ക് വലിയ എത്തണമെന്നാണ് ആഗ്രഹം. അടിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഇവിടുത്തെ കടയിൽ നിന്ന് അവിടെ പോയി കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് മാഗി മേടിച്ചിട്ടുണ്ട് കേട്ടോ. മാഗിയാണ് ഞങ്ങളുടെ ഇന്നിപ്പോഴത്തെ നിലനിൽപ്പിനുള്ള ആഹാരങ്ങൾ. മാഗിയാണ് കേട്ടോ. ആരും ഇപ്പൊക്കെ ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണക്കുള്ള കാര്യം. കാര്യം ഞങ്ങൾ ഇതുവരെ ചിലവ് ചുരുക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇനിയും ചിലവ് ചുരുക്കാണ് പോകാൻ പോണതും നിൽക്കാൻ പോണതും. ഇതുവരെ മാഗിയൊക്കെ മേടിച്ചാൽ പഠിക്കുന്നതായിരിക്കും. നേരെ വീണ്ടും നടക്കുക. ആഗ്രഹിച്ചു മഴ കാരണം ആ കുട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണ്ട ഗായ്സ്. വളരെ നീണ്ട ഇളവുകൾക്ക് ശേഷം ഏകദേശം ഒരു 7 മണിക്കൂറായിട്ടില്ല. ഒരു 7 മണിക്കൂറത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലെത്തി ഗായ്സ്. റിസോർട്ട് ബ്യൂട്ടിഫുൾ ഗൈസ്. അതിമനോഹരമായ ഒരു പാടം. നമ്മളിവിടെ കയറിയെന്ന് അറിയില്ല. ഇവിടെ റൂമല്ലേ? ഞങ്ങൾ റൂം അന്വേഷിക്കണം ഗൈസ്. റൂം അന്വേഷിച്ച് തപ്പി കണ്ടുപിടുത്തട്ടാ. അയ്യോ ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിരിക്കുകയാണ്. ഇതാണ് റൂം. റൂമിന്റെ വ്യൂ കണ്ട, ഇടുക്കാൻ വ്യൂ കണ്ട. മഞ്ഞുമല. ഇവിടേക്ക് ഇരുന്നൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ഒക്കെയാണ്. പിന്നെ റൂം ഞാൻ കാണിച്ചുതരാം. ടാസ്ക് എന്ന് വെച്ചാൽ കറണ്ട് ഇല്ല ഗൈസ്. ഇവിടെ കറണ്ട് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയണ. ഉണ്ടാവില്ലെന്നല്ല വരുമെന്നല്ലേ പറഞ്ഞ. കിടക്കാൻ 10 മണി വാളി കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു കട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഒരു ബാത്റൂമും സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. തണുത്തിട്ട് കണക്ക് കൈയൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന കാര്യം. ഞാൻ പറയാ മൂടാണ് സംഭവമൊക്കെ. എന്തായാലും മൂടാണ്. ഈ വ്യൂ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണ്ടേ. നല്ലൊക്കെ നോക്കി കുറച്ചുകൂടി അടുത്തിരുന്ന് നമുക്ക് കാണാട്ടാ. കൈയൊക്കെയാണ് തണുത്ത് മരവിക്കണ്. എല്ലായിടത്തും കറണ്ട് പോയിരിക്കണമെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ. കറണ്ട് വരുമെന്നാണ് പറയണത്. ഏകദേശം 8 മണി കൂടി വരുമെന്നുള്ള സീനാ പറഞ്ഞത്. ഫോണിലാണെ ചാർജും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരുടെയും ഫോൺ ഓഫാണ്. ഇപ്പം ഈ ഒരു ഫോൺ കൂടി ഉള്ളത്. ഇതിപ്പോൾ ഇപ്പം തന്നെ ഓഫാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് സെറ്റായിരിക്കട്ടെ. നമുക്ക് ഏകദേശം കുറച്ചൊക്കെ കഴിയുമ്പോൾ കാണാൻ കഴിച്ചു. എന്തെങ്കിലുമൊക്കെ അവസ്ഥ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. ചെറിയൊരു തീപിടുത്തമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. മോർണിംഗ് മൂഡ് തീ ഇതവളൊക്കെ ഉണ്ടാ മൂട് വെച്ച്. ഇവിടുത്തെ ഞങ്ങളുടെ റൂമിന്റെ ആൾക്കാർ പക്ഷെ പുള്ളിയുടെ മോളാണെന്ന് പറഞ്ഞിട്ടാ റൂമിന്റെ ഹീറ്റായി ഞങ്ങൾ ഇവിടെ തീ ചൂടൊക്കെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കണേ. സംസാരം കേട്ടാ. ഇതായിരുന്നു ഞങ്ങളുടെ ഇതിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വിഷ്വലി.
വല്ലാത്തൊരു വിഷയം തന്നെയാണ് കേട്ടാ. വേറെ മൂട് കാണുമ്പോ തന്നെ മൊത്തം മഞ്ഞ് ഭയങ്കര എല്ലാം കിട്ടും മഞ്ഞല്ലേ ഗൈസ്. ഞങ്ങളുടെ റൂം ഇതായിരുന്നു. റൂമിന്റെ ഫ്രണ്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ഇവിടെ 2 ഇടുക്കികളുണ്ട്. അവിടെ ഒരു കുരിപ്പുണ്ട് കേട്ടാ. അത് രണ്ടും കുറച്ച് ഭയങ്കര സീന. ഹലോ ഹലോ ഹായ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ലാണ്ട് ഗൈസ്. കറണ്ട് ഇല്ലാണ്ട് ആകപ്പാടെ പെട്ടുപോയി. ചാർജ് ഇല്ലാണ്ടായിപ്പോയി. ഫോണിൽ റേഞ്ച് ഇല്ല, വൈഫൈ ഇല്ല, ഒരു കാര്യമില്ല. സൈലന്റ് മൂഡ്, നല്ല ശാന്തി സമാധാനം പിടിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. രസോളം എന്ന് പറഞ്ഞാൽ ഹാപ്പി മൂഡാ. ഈ ഒരു വ്യൂ മാത്രമേ കാണാനുണ്ടാവും. ഒരു വ്യൂ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര സ്നേഹമാണ്, നല്ല രസമാണ്. നമ്മളോടൊക്കെ എല്ലാവരും കിട്ടില്ലാനായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് കമ്പനി അടിച്ചൊക്കെ ഇരിക്കും. ഞങ്ങൾ കുറേ കമ്പനിയൊക്കെ അടിച്ച് ഇവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ കണക്ഷനൊക്കെ പിടിച്ചിരുന്നതാണ്. അതൊക്കെ ഞങ്ങൾ ഇവിടുത്തെ എൻജോയ്മെന്റ് ചെയ്യും. എന്നിട്ട് ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് നേരെ താഴ്ത്താട്ടർ അങ്ങനെയാണ്. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ മൂഡ്. ഏകദേശം തീർന്നിട്ടുണ്ട് ഗൈസ്. റിസോൾ കഴിഞ്ഞ് ഇനി അടുത്ത് നെക്സ്റ്റ് ഇങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. റിസോളിൽ നിന്ന് നേരെ കസോളിൽ ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഗ്രഹം വില്ലേജ് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ് ഗൈസ്. ഇനി ഒരു നീണ്ട മണിക്കൂറുകൾക്കുള്ള ശേഷത്തിനുള്ള ഒരു ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന. അത് കലക്കം ട്രക്കിങ് വന്നുകൊണ്ടും ഇവിടെ നിന്നൊരു സൂര്യൻ സൺറൈസ് കാണാൻ വേണ്ടി തന്നെ എന്തോരം സമയം എടുത്തെന്നറിയാം. സൺറൈസ് ആണെങ്കിൽ മഞ്ഞില്ല. രാവിലെ 6 മണി ആ സമയത്ത് തൊട്ട് നോക്കി നിന്നിട്ട് 8 മണിയായപ്പോഴാണ് അവിടെ ഒരെണ്ണം വന്നത് എത്തിയത്. അതൊക്കെയാണ് ഇവിടുത്തെ മൂഡ് കേട്ടോ. നല്ല രസം, തണുപ്പ്, കാറ്റ്. തണുപ്പെന്ന് പറഞ്ഞാൽ അന്യാ തണുപ്പ്. നൈറ്റ് നല്ല തീയൊക്കെ കത്തിച്ച് എൻജോയ് ചെയ്തൊക്കെ ഇരുന്നേച്ചാൽ. അപ്പം നേരെ ഇനി ഇവിടെ നിന്ന് താഴ്ത്തിറങ്ങിയിട്ട് വരാം ഗായ്സ്. ഓക്കെ ബൈ ഗായ്സ്. അപ്പോൾ റിസോർട്ടിൽ നിന്നും കസോളിലായിട്ട് ഇപ്പം എത്തിയിട്ടുണ്ട്. നല്ല രീതിക്ക് നടന്ന് ഏകദേശം 1 മണിക്ക് നടന്ന് ഇപ്പം ഏകദേശം ഒരു 4 മണിയായി. 4 മണിക്കൂർ തിരിച്ചിറക്കാൻ പറ്റുള്ളൂ. കയറിയപ്പോൾ ഒരു 7 മണിക്കൂർ വേണ്ടി വന്നിട്ടാ. അത്യാവശ്യം നല്ല കലക്കം ട്രക്കിംഗ് ആണ് ഗൈസ്. ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലനായിട്ട് ട്രക്ക് ചെയ്ത് നല്ല രീതിക്ക് നടന്ന് വിഷമിച്ച് നല്ലൊരു എന്റർടൈൻമെന്റ് ചെയ്യാം. ട്രക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ള മിക്ക ആൾക്കാർക്കും കയറാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒറ്റ മൈൻഡിൽ കയറുക, ഒരു ഹാപ്പി മൂഡായിരിക്കും. ആണെങ്കിലും പിന്നെ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഇന്ന് തന്നെ ഗ്രഹം വില്ലേജ് ചെയ്തിട്ട് മൂവി എന്നുള്ള പ്ലാനാണ് നിൽക്കണം. അതെങ്ങനെയാണെന്ന് പ്ലാൻ ഇട്ടില്ല. ട്രക്കിംഗ് ആണോ അതോ ജീപ്പിനാണോ പോകണമെന്ന് പ്ലാൻ ഇട്ടില്ല. കടക്കാരൊന്നും മെയ്യ കാശ്. എന്തായാലും അവിടെ കയറി കഴിഞ്ഞിട്ട് കഴപ്പ് കയറും. അത് വേറെ മൂടാണ് കാശ്. അവിടെ ചെന്നാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രി ഒരു തണുപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, കറണ്ട് ഉണ്ടാവില്ല. അവിടെയൊന്നും കറണ്ട് ഇല്ലെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. കറണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. വേറെ ചാർജിങ് ഓപ്ഷനൊന്നുമില്ല. ഞങ്ങളുടെ ഫോണൊക്കെ ഇതിൻ്റെ മൊത്തത്തിൽ സ്വിച്ച് ഓഫ് ആയി പോയതാണ്. എന്തായാലും അതിന് ഗ്രഹം വില്ലേജിൽ പോകണമാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യണേ കാശ്. അവന്മാരെല്ലാം ഇവിടെ ഉണ്ട്, അവന്മാരെല്ലാം നടക്കണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വരാം ഗൈസ്. അടുത്തൊരു വീഡിയോ വരാം. ബൈ.